everyone, welcome back to Students Guide. ഇപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ സിലബസ് ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനും LDCക്കും LGS അതുപോലുള്ള എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രയോജനപ്രദമാണ്. അതായത് കാരണം ഒട്ടുമിക്ക സിലബസുകളിലും ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഈ ക്ലാസ്സിൽ എടുക്കുന്നത് മുഴുവൻ ഇതുവരെ PSC ചോദിച്ച മുഴുവൻ ആ ടോപ്പിക് വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് എടുക്കുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്പറിൽ അതായത് നമ്പർ 1 തൊട്ട് ക്ലാസ് തുടങ്ങാത്തത് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്പറിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്പർ 121 കേരള ചരിത്രത്തിലെ പ്രധാന പ്രാചീന സാഹിത്യ സ്രോതസ്സ് സംഘകാല കൃതികൾ. കേരള ചരിത്രത്തിലെ പ്രധാന പ്രാചീന സാഹിത്യ സ്രോതസ്സാണ് സംഘകാല കൃതികൾ. 122 കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുരാണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ? മത്സ്യപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, പത്മപുരാണം തുടങ്ങിയവ. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുരാണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മത്സ്യപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, പത്മപുരാണം എന്നിവ. 123 ആദ്യകാല മലയാള സാഹിത്യ കൃതികളിൽ പ്രധാനപ്പെട്ടത്. രാമചരിതം. ആദ്യകാല മലയാള സാഹിത്യ കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് രാമചരിതം. 124 രാമചരിതത്തിൻ്റെ കാലഘട്ടം 12ാം നൂറ്റാണ്ട്. രാമചരിതത്തിൻ്റെ കാലഘട്ടം 12ാം നൂറ്റാണ്ടാണ്. 125 വർത്തമാന പുസ്തകം രചിച്ചത്. പാറമേക്കൽ തോമാ കത്തനാർ. വർത്തമാന പുസ്തകം രചിച്ചത് പാറമേക്കൽ തോമാ കത്തനാരാണ്. 126 വർത്തമാന പുസ്തകം ഏത് തരത്തിലുള്ള ചരിത്ര സ്രോതസ്സാണ്? യാത്രാ വിവരണം. വർത്തമാന പുസ്തകം ഏത് തരത്തിലുള്ള ചരിത്ര സ്രോതസ്സാണ്? യാത്രാ വിവരണ തരത്തിലുള്ളതാണ്. 127 കേരള ചരിത്രത്തിലെ പ്രധാന ശാസന സ്രോതസ് തരിസാപ്പള്ളി ശാസനം. കേരള ചരിത്രത്തിലെ പ്രധാന ശാസന സ്രോതസ്സാണ് തരിസാപ്പള്ളി ശാസനം. 128 തരിസാപ്പള്ളി ശാസനം ഏത് ഭരണാധികാരിയുടെ കാലവുമായി ബന്ധപ്പെട്ടതാണ്? അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം അയ്യനടികൾ തിരുവടികൾ എന്ന ഭരണാധികാരിയുടെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. 129 വാഴപ്പള്ളി ശാസനം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ട പ്രധാന സ്രോതസ്സാണ്? ചേരമാൻ പെരുമാൾ കാലഘട്ടം. വാഴപ്പള്ളി ശാസനം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ട പ്രധാന സ്രോതസ്സാണെന്നാണ് പറഞ്ഞത്? ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടവുമായിട്ട്. 130 ഞാനും മേന എന്നറിയപ്പെടുന്ന ലിപി. വട്ടെഴുത്ത്. ഞാനും മേന എന്നറിയപ്പെടുന്ന ലിപിയാണ് വട്ടെഴുത്ത്. 131 കേരള ചരിത്ര പഠനത്തിലെ വിദേശ യാത്രികരുടെ രേഖകൾ എന്തുകൊണ്ട് പ്രധാനമാണ്? സമകാലിക സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ. കേരള ചരിത്രത്തിലെ വിദേശ യാത്രികരുടെ രേഖകൾ എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടുള്ളത്? സമകാലിക സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ. 132 ഇബ്നു ബത്തൂത്ത കേരളത്തിലെത്തിയത് ഏത് കാലഘട്ടത്തിൽ? 14ാം നൂറ്റാണ്ടിൽ. ഇബ്നു ബത്തൂത്ത കേരളത്തിലെത്തിയ കാലഘട്ടമാണ് 14ാം നൂറ്റാണ്ട്. 133 മാർക്കോ പോളോ കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ പ്രധാന മേഖല. വ്യാപാരവും സാമൂഹിക ജീവിതവും. മാർക്കോ പോളോ കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ പ്രധാന മേഖലയാണ് വ്യാപാരവും സാമൂഹിക ജീവിതവും. 134 അൽ ബിറൂണിയുടെ രേഖകൾ ഏത് തരത്തിലുള്ള ചരിത്ര സ്രോതസ്സായി കണക്കാക്കാം? വിദേശ സഞ്ചാരികളുടെ രേഖകൾ. അൽ ബിറൂണിയുടെ രേഖകൾ വിദേശ സഞ്ചാരികളുടെ രേഖകൾ എന്ന തരത്തിലുള്ള ചരിത്ര സ്രോതസ്സായിട്ടാണ് കണക്കാക്കുക. 135 ചോക്കൂർ ശാസനം ഏത് സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് പ്രധാനമാണ്? സുറിയാനി ക്രിസ്ത്യാനികൾ. ചോക്കൂർ ശാസനം സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് വളരെ പ്രധാനമാണ്. 136 കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളിൽ യാത്രാ വിവരണങ്ങൾക്ക് പ്രാധാന്യം എന്ത്? വിദേശികളുടെ കാഴ്ചപ്പാടിലൂടെ കേരളത്തെ മനസ്സിലാക്കാം. കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളിൽ യാത്രാ വിവരണങ്ങൾക്കുള്ള പ്രാധാന്യം എന്നത്
വിദേശികളുടെ കാഴ്ചപ്പാടിലൂടെ കേരളത്തെ മനസ്സിലാക്കാം എന്നതാണ്. 137 ശാസനങ്ങൾ ചരിത്ര പഠനത്തിൽ നൽകുന്ന പ്രധാന വിവരം. ഭരണ സംവിധാനം, ഭൂമി ഉടമസ്ഥത, നികുതി, മതസാമൂഹിക വിവരങ്ങൾ എന്നിവ. ശാസനങ്ങൾ ചരിത്ര പഠനത്തിൽ നൽകുന്ന പ്രധാന വിവരമാണ് ഭരണ സംവിധാനം, ഭൂമി ഉടമസ്ഥത, നികുതി, മതസാമൂഹിക വിവരങ്ങൾ എന്നിവ. 138 ക്വസ്റ്റ്യൻ. താമ്രശാസനങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? പുരാവസ്തു അല്ലെങ്കിൽ രേഖാസ്രോതസ്സുകൾ. താമ്രശാസനങ്ങൾ അറിയപ്പെടുന്ന വിഭാഗമാണ് പുരാവസ്തു അല്ലെങ്കിൽ രേഖാസ്രോതസ്സുകൾ. 139 ശിലാശാസനം എന്താണ്? കല്ലിൽ രേഖപ്പെടുത്തിയ ഔദ്യോഗിക ചരിത്രരേഖയാണ്. ശിലാശാസനം എന്നാൽ കല്ലിൽ രേഖപ്പെടുത്തിയ ഔദ്യോഗിക ചരിത്രരേഖ. 40 സാഹിത്യ സ്രോതസ്സുകൾ പഠിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. കൃതി, രചയിതാവ്, കാലഘട്ടം, ചരിത്ര പ്രാധാന്യം. സാഹിത്യ സ്രോതസ്സുകൾ പഠിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൃതി, രചയിതാവ്, കാലഘട്ടം, ചരിത്ര പ്രാധാന്യം എന്നിവ. ഇതോടെ ഈ ടോപ്പിക്കിലെ എല്ലാ പ്രധാനപ്പെട്ട PSC ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.